KSRTC ജീവനക്കാരുടെ ക്ഷാമബത്ത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ശക്തമാക്കി BMS. DA ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി KST എംപ്ലോയീസ് സംഘ് സമരത്തിന്റെ 4ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജീവനക്കാർ ഉപവാസ സമരം അനുഷ്ഠിക്കും. എറണാകുളത്ത് ചേർന്ന KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് സമര പ്രഖ്യാപനമുണ്ടായത്. BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ KSRTC ജീവനക്കാർ അനുഭവിക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധമാണ് 4ാം ഘട്ട സമരത്തിലൂടെ സംഘടന ലക്ഷ്യമിടുന്നത്. സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഫെബ്രുവരി 28-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസം സംഘടിപ്പിക്കുന്നത്. DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTC തൊഴിലാളികൾ 0% DAയ്ക്കാണ് പണിയെടുക്കുന്നത്. 2013 ശേഷം KSRTCയിൽ നിയമിതരായ NPS വിഭാഗത്തിലെ ജീവനക്കാർ അവരുടെ NPS ആനുകൂല്യം 400 കോടിക്ക് മുകളിലായി. KSRTCയിലെ ജീവനക്കാരൻ്റെ PF അവൻ അടച്ച പണമാണ്. PF ആനുകൂല്യം കിട്ടുന്നില്ല. അടച്ച NPS അത് കൃത്യമായി അടച്ച അവൻ്റെ പെൻഷൻ പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ചിറ്റമ്മ നയത്തിനെതിരെ KST എംപ്ലോയീസ് സംഘ് സെക്രട്ടേറിയറ്റിന് മുന്നിലായി ഏകദിന ഉപവാസ സമരം നടത്താൻ തീരുമാനിക്കുകയാണ്. ചടങ്ങിൽ BMS സംഘടനാ സെക്രട്ടറി K മഹേഷ് പ്രഭാഷണം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സമരപരിപാടികൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ KSRTCയിൽ മികച്ച ഡ്രൈവർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനാംഗങ്ങളെ യോഗത്തിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി S അജയ്കുമാർ, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പ്രദീപ് V നായർ, ട്രഷറർ RL ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. ജനം, കൊച്ചി.